Hello, dear students. This is 2025 JEE Mainil 29th January 2nd shift ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. Let A is equal to Aij is a 2x2 matrix. A എന്താണെന്നുള്ള വ്യക്തമായിട്ട് പറയുന്നുണ്ട്. Such that Aij belongs to 0 or 1 means Aij are the entries of the matrix. That is either 0 or 1. 0, 1 മാത്രമേ ഇവിടെ entries ആയിട്ട് വരുന്നുള്ളൂ. For all I and j, let the random variable x denotes the possible values of the determinant of the matrix A. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന മെട്രിക്സിൻ്റെ determinant ആണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ x ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. Then variance of x is. So this is a beautiful question. It's a fantastic mix of determinants and probability. Probabilityയിൽ തന്നെ probability distribution of a random variate, mean variance ഒക്കെ സിലബസിലുണ്ടോ പഠിക്കണോ എന്നൊക്കെ ആളുകൾ ചോദിച്ചിരുന്നു. അതൊന്നും സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും അതൊക്കെ പഠിക്കണം എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ്. ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി എടുത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഈ 2x2 മെട്രിക്സ് 0, 1 മാത്രം എൻട്രീസ് വരുന്ന 2x2 മെട്രിക്സുകൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എഴുതാം. അത് വെറും 16 എണ്ണേ ഉള്ളൂ, നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. ഇതാണ് ഒരു 2x2 മെട്രിക്സ് A11, A12, A21, A22. ഈ A11 എന്ന് പറയുന്ന എൻട്രി ഏതർ 0 or 1. അപ്പോൾ ഇത് രണ്ട് വേയിൽ ചൂസ് ചെയ്യാം, ഇത് രണ്ട് വേയിൽ ചൂസ് ചെയ്യാം, ഇത് രണ്ട് വേയിൽ ചൂസ് ചെയ്യാം, ഇത് രണ്ട് വേയിൽ ചൂസ് ചെയ്യാം. സോ 2 × 2 × 2 × 2 16 മെട്രിസസ് ആണ് ഈ ടൈപ്പ് ഉണ്ടാവുക ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. അപ്പോൾ ഇത് ചെറിയ രീതിയിൽ പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷനുമായിട്ടും ഈ ക്വസ്റ്റ്യൻ കണക്ട് ആവുന്നുണ്ട്. അങ്ങനെ കുറേ കോൺസെപ്റ്റുകളെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. എനിവേ നമുക്ക് മനസ്സിലായി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് A ഈസ് ഈക്വൽ ടു A11, A12, A21, A22. So 2 × 2 × 2 × 2 ടോട്ടൽ 16 മെട്രിസസ്. ഈ 16 മെട്രിക്സുകളെ നിങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്യണം. എന്നിട്ട് പോസിബിൾ വാല്യൂസ് ഓഫ് ഡിറ്റർമിനന്റുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെട്രിക്സ് നോക്കാം. A ഈസ് ഈക്വൽ ടു ഓൾ സീറോസ്. അപ്പോൾ ഇവിടുത്തെ ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്നത് ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ആണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ദ റാൻഡം വേരിയബിൾ ഈസ് ദ ഡിറ്റർമിനന്റ്, പോസിബിൾ വാല്യൂസ് ഓഫ് ദ ഡിറ്റർമിനന്റ്. സോ ഡിറ്റ് A ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 0. അടുത്ത ഒരു ടൈപ്പാണ് A ഈസ് ഈക്വൽ ടു ഒരു 1 ബാക്കി 3 0. ഈ ടൈപ്പ് 4 മെട്രിക്സുകൾ ഉണ്ടാവും. ഈ 1 ഇവിടെ തന്നെ ആവണമെന്നില്ല, ഇവിടെയൊക്കെ മാറ്റിയിടാം. സോ ഇവിടെ എല്ലാം ഡിറ്റ് A ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 0 ആണ്. ദീസ് ടൈപ്പ് ഓഫ് 4 മെട്രിസസ്. ഇവിടെ 1 മെട്രിക്സ് ഈ ടൈപ്പ്, ഓൾ 0 ഒരു ടൈപ്പ്, പിന്നെ 3 zeros 1 1. അതിൻ്റെ അടുത്തത് 2 1s 2 zeros. ഇതിങ്ങനെ 4 ടൈപ്പ് ഉണ്ടാവും. ഈ 2 1 2 റോയിലേക്ക് സെക്കൻഡ് റോയിലേക്ക് മാറ്റാം, പിന്നെ ഇങ്ങോട്ട് ഫസ്റ്റ് കോളത്തിലേക്ക് മാറ്റാം, സെക്കൻഡ് കോളത്തിലേക്ക് മാറ്റാം. സോ ഹിയർ ഓൾസോ ഡിറ്റ് A is equal to x is equal to 0. Here also you have 4 matrices. So total we have to scrutinize 16 matrices. അതിൽ 1 4 5 4 9 മെട്രിക്സുകൾ നമ്മൾ അനലൈസ് ചെയ്തു. അതിൻ്റെ എല്ലാം ഡിറ്റർമിനന്റ് 0 ആണ്. ഇനി ഇതിൽ തന്നെ വേറെ കുറച്ച് ടൈപ്പ് ഉണ്ടാവും. A is equal to ഐഡന്റിറ്റി മെട്രിക്സ് ഉണ്ടാവും 1 0 0 1. ഇവിടെ ഡിറ്റ് A ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനത്തെ ഒരു മെട്രിക്സ് ആണ് ഉണ്ടാവുക, 1 മെട്രിക്സ്. ദെൻ ഫോളോഡ് ബൈ A ഈസ് ഈക്വൽ ടു 0 0 1 1. ഇവിടെ ഡിറ്റ് A ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു -1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ ഡിറ്റർമിനന്റ് കിട്ടാൻ. അങ്ങനത്തെ ഒരു മെട്രിക്സ് ആണ്. ഇപ്പൊ നമ്മൾ മൊത്തം 1 4 5 9 10 11 മെട്രിക്സുകൾ അനലൈസ് ചെയ്തു. നൗ വി ഹാവ് 5 മോർ. സോ A ഈസ് ഈക്വൽ ടു നമുക്ക് 3 1കൾ 1 0. ഈ ടൈപ്പ് 4 മെട്രിക്സുകൾ ഉണ്ടാവും. ഈ 4 മെട്രിക്സിൽ ഇപ്പോൾ ഇയാളുടെ ഡിറ്റർമിനന്റ് -1 ആണ്. ഈ 0ന്റെ പൊസിഷൻ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ 1 1 0 1. അപ്പോൾ 1 -1 വരുന്ന 2 മെട്രിക്സ് ഉണ്ടാവും, 2 മെട്രിസസ്. അതേപോലെ 1 വരുന്ന 2 മെട്രിക്സ് ഉണ്ടാവും ഈ കാറ്റഗറിയിൽ. ഫൈനലി A ഈസ് ഈക്വൽ ടു ഓൾ 1. അപ്പോൾ നമ്മൾ എഴുതി അനലൈസ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം എല്ലാം 0, പിന്നെ 3 0 1 1, പിന്നെ 2 0 2 1, പിന്നെ 3 1 1 0, അവസാനം ഓൾ 1. എല്ലാം 1 ആവുന്ന സമയത്ത് ഇയാളുടെ ഡിറ്റർമിനന്റ് അഥവാ എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ 0 ആണ്. സോ വി അനലൈസ്ഡ് ഓൾ ദ 16 മെട്രിക്സസ്. ഇത് അപ്പോൾ ക്വസ്റ്റ്യൻ പോകുന്ന രീതി ഒന്നുകൂടെ പറയാം. This is a 2x2 matrix. A 2x2 matrix will have 4 entries. Each entries are 0 or 1. അപ്പോൾ 2 × 2 × 2 × 2 മൊത്തം 16 മെട്രിസസ്. അത് ഓരോ കാറ്റഗറി നമ്മൾ എഴുതി നോക്കുകയാണ്. ആദ്യം ഓൾ 0, പിന്നെ 3 zeros 1 1, 2 2 2 zeros അങ്ങനെ. അത് ഓരോന്നും നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത്
the determinant can have only 3 values. ഈ എക്സ് എന്ന് പറയുന്ന ഈ റാൻഡം വേരിയബിൾ ഡിറ്റർമിനൻ്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. സോ എക്സ് ഐ പി ഐ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണത്. സോ എക്സ് ഐ ഹാസ് ഓൺലി 3 values, -1, 0 and 1. And what are their probabilities? പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വേസിൽ ഫേവറബിൾ നമ്പർ ഓഫ് വേസ് എത്ര ഉണ്ടെന്നുള്ളതാണ്. ഫേവറബിൾ നമ്പർ ഓഫ് വേസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വേസ്. ടോട്ടൽ നമ്പർ ഓഫ് വേസ് ആണ് ഈ 16 മെട്രിസസ്. നമ്മൾ തുടക്കത്തിലെ മനസ്സിലാക്കുന്ന ഈ 16 മെട്രിസസ് ആണ് ടോട്ടൽ പോസിബിലിറ്റീസ്. അതിൽ ഓരോ ഡിറ്റർമിനൻറ്റിനും എത്ര എണ്ണം ഫേവറബിൾ ആണ് നോക്കുക. ഡിറ്റർമിനൻറ്റ് 0 വരുന്ന 1, 5, 6, then 6, ഇവിടെ ഒരെണ്ണം, സോ 7, സോറി കൗണ്ട് ചെയ്ത് തെറ്റിപ്പോയോ. ഡിറ്റർമിനൻ്റ് 0 വരുന്ന ഇവിടെ 1, ഇവിടെ 4, അപ്പോൾ 5, ഇവിടെ വീണ്ടും 4, സോ 9, പിന്നെ ഇവിടെ 1, ഓൾ 1 വരുന്നു 10. സോ 10/16 അഥവാ 5/8, 10/16. നമ്മൾ 16 മെട്രിക്സുകളെ നമ്മൾ അനലൈസ് ചെയ്തതിൽ 10 മെട്രിക്സുകളും ഡിറ്റർമിനൻ്റ് 0 ആണ്. -1 വരുന്ന 3 എണ്ണം, ഇവിടെ ഒരു -1 ഉണ്ട്, ഇവിടെ -1 വരുന്ന 2 എണ്ണം ഉണ്ട്. ഇവിടെ 3/16, here also 3/16. സോ ടോട്ടൽ യു ഹാവ് 16 മെട്രിസസ്. അതിൽ 10 എണ്ണത്തിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണ്, 3 എണ്ണത്തിൻ്റെ ഡിറ്റർമിനൻ്റ് 1 ആണ്, ബാക്കി 3 എണ്ണത്തിൻ്റെ ഡിറ്റർമിനൻ്റ് -1 ആണ്. സിമ്പിൾ. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ വേരിയൻസ്. വേരിയൻസ് ആണ് ചോദ്യം എന്നുള്ളത് കൊണ്ട് വേരിയൻസിൻ്റെ ഫോർമുല യൂസ് ചെയ്യുക. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ സ്ക്വയർ പി ഐ മൈനസ് സിഗ്മ എക്സ് ഐ പി ഐ ദ ഹോൾ സ്ക്വയർ. മീൻ ആയിരുന്നു ചോദ്യം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. മ്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ പി ഐ, അതായത് ഈ ഒരു സാധനം ഇത് മാത്രം മതിയാവും. ഇപ്പോൾ സിഗ്മ സ്ക്വയർ ആണ്, വേരിയൻസ് ആണ് ചോദ്യം, അതുകൊണ്ട് നമുക്ക് സിഗ്മ സ്ക്വയറിൻ്റെ ഫോർമുല യൂസ് ചെയ്യാം. സോ സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ സ്ക്വയർ പി ഐ മൈനസ് സിഗ്മ എക്സ് ഐ പി ഐ ദ ഹോൾ സ്ക്വയർ. ഇതെല്ലാം കാണാണ്ട് പഠിച്ചു വെക്കണം. So this is equal to xi square 1 into 3/16 is 3/16 plus 0 into 5/8, that is 0. 1 square 1 തന്നെയാണ്, into 3/16 is again 3/16 minus of xi pi, ഇവിടെ -3/16, ഇവിടെ +3/16, ഇവിടെ ക്യാൻസൽ ആവും, 0 പിന്നെ ഉണ്ടാവില്ല. സോ all mean is 0. So our answer is 3/16 plus 3/16 is equal to 6/16 അഥവാ 3/8. നമുക്കതിൽ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. So we have the option 3/8 and option D. This is the answer. ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്തതിൻ്റെ രീതി തുടക്കം മുതൽ ഈ എത്ര മെട്രിക്സുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക, ഓരോന്ന് അനലൈസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഈ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഡെവലപ്പ് ചെയ്തു. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒരു പ്രൊസീജിയർ വേയിലാണ് ഇത് സോൾവ് ചെയ്തെടുക്കേണ്ടത്. എനിവേ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഭാഗങ്ങൾ മനസ്സിലാവുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ അത് കമൻറ്റ് ചെയ്യുക. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.